മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. ഇനി ആ വസ്തു വിൽക്കാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വില കുറവുള്ള വസ്തു എവിടെയാണെന്നറിയാമോ? അതെവിടെ? നമുക്ക് വല്ല വസ്തു വിൽക്കാനുണ്ടെങ്കിൽ അതിനായിരിക്കും ഏറ്റവും വില കുറവ്. ഇവന്മാര് വിളിച്ചാലും ഫോൺ എടുക്കൂല. എന്താ കാര്യം സാധിക്കാൻ വേണ്ടി വരണുണ്ട്. അവിടെ അളിയാ കൂട്ടാൻ്റെ പെങ്ങളെ കല്യാണം അളിയാ ഇത്തിരി തന്നെ ആക്കിത്താ. അയ്യോ, നമുക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നടാ, നമ്മൾ പ്ലാൻ ചെയ്ത് പോയായിരുന്നു. അളിയ അങ്ങനെ പറയില്ല. അളിയെ പറഞ്ഞില്ലേ നമ്മളെ ഒരു വണ്ടിയുള്ളു. അളിയാ പ്ലീസ് അളിയാ ഇത്തിരി തന്നെ ആക്കിത്താളിയാ. പോണോടാ, നേരത്തെ പോണോ? അതല്ലേ ഇത്തിരി ആക്കിത്താളിയാ. നീ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കടാ, ഒരുപാട് ഉള്ളവരല്ലേ കൂട്ടുകാര്, വണ്ടിയൊക്കെ ഉള്ളവരല്ലേ. വേറെ കൂട്ടുകാരുണ്ടല്ലേ, വിളിച്ചു നോക്കി. ഓണത്തിന് വീട്ടിൽ നിന്ന് സദ്യ, നാട്ടിൽ നിന്ന് സദ്യ, ഇനി കല്യാണത്തിന് കൂടെ പോയി സദ്യ ഉണ്ടാൻ പോകണം. എടാ ഇന്ന് ഷെഫീഖിന്റെ പെങ്ങളെ കല്യാണമാണ്. ഓക്കെ ശരി ശരി ശരി. ആരാ കല്യാണോടാ? എടാ ഷെഫീഖിന്റെ പെങ്ങളെ കളിയാ. എത്ര മണിക്ക് കല്യാണം? എത്ര മണിക്കടാ കല്യാണം? 12 മണി കഴിയും കളിയാ. 12 മണിക്ക് കഴിയൂടാ, നേരത്തെ കഴിയും. ഇവിടെ 12 മണി വരെ ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. 12 മണിക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുമല്ലോ. ഇല്ല, 1 മണി കഴിയും കളിയാ. അത് നമ്മൾ പിന്നെ അവരെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം 2-3 മണി കഴിയും. എങ്ങനെ വരും? 2-3 മണിയാവും അല്ലേ കഴിയുമ്പോൾ? നമ്മൾ 3 മണി വരെ 3-5 വരെയൊക്കെ നമ്മൾ ഫ്രീ ആയിരുന്നു അല്ലടാ. കുഴപ്പമില്ല, അവ ഇപ്പം വരുമല്ലോ. നിങ്ങൾ എന്തൊരു പരിപാടിയില്ലല്ലേ? നമ്മളാണെങ്കിൽ അല്ല നമ്മള് 10 മണിയുടെ ഫ്രീ അല്ല, ഫ്രീ അല്ല, പുള്ളിക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാന്നുള്ള പരിപാടി അല്ലേ. നമ്മളാണെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ കൊണ്ടാക്കാം കേട്ടാ. സാറില്ല, ഇനിയിപ്പോൾ ഒരു വണ്ടിയല്ലേ ഉള്ളൂ, നമ്മൾ 3 പേരില്ലേ. അവ വരും, ഞാനും അവനോട് പോവാം. 3 പേരുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണ കേട്ടാ. ക്യാമറയൊക്കെ ഉള്ളല്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ അല്ലേ, ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം. എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. കുഴപ്പമില്ല, ഞാൻ ടൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് വരാടേ. ഇതാണെങ്കിൽ അവൻ വരാൻ താമസിക്കൂലേ? എടാ അവൻ വരാൻ താമസിക്കൂലേന്ന് ചോദിക്കും. ഇല്ല ഇല്ല ഇല്ല, പെട്ടെന്ന് വരും. എടാ പെട്ടെന്ന് എത്തുമെന്ന് കേട്ട്. നിനക്ക് 100 രൂപ ഇരിക്കണ? ഓ, ഞാൻ ഈ വരണവന് ഇസ്കാൻ നിൽക്കുന്നു. അപ്പം നമ്മളെ ഇസ്കാ വന്ന എന്നാ കയ്യിലും 100 രൂപ ഇരിക്കണ? എന്തിന്? ബിരിയാണി വല്ലതും വാങ്ങിച്ച് കഴിച്ചാൽ പിന്നെ അവനെ കൊണ്ടാക്കണ്ടല്ലോ നമുക്ക്. എൻ്റെ കയ്യിൽ 100 രൂപ നിന്നെ കണ്ടാൽ വേണ്ടു തന്നെ. പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ.